ആദ്യം തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ എൻ്റെ പേര് ജെൻസി, എൻ്റെ ഹസ്ബൻഡ് ക്രിസ്റ്റി. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. സ്ഥലം കൊച്ചി. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതിൻ്റെ എൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് വിദേശത്ത് ഒരു ജോലി ലഭിക്കണമെന്നതായിരുന്നു. ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്തിരുന്നതാണ്. എമർജൻസി ആയിട്ട് വന്ന് കുറച്ച് നാൾ നാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വർക്കൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്ത് കൊറോണയൊക്കെ വന്ന് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. ജോലിയൊന്നുമില്ലാതെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വളരെയേറെ വിഷമിച്ചു. ഹസ്ബൻഡ് എന്നിട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് വിദേശത്ത് പോയി, ദുബായിൽ പോയി. അവിടെ ഒരു 3 മാസം നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാസ്സാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജോലി കിട്ടില്ല, ഓഫർ ലെറ്റർ കിട്ടില്ല. 3 മാസം കഴിഞ്ഞ് പിന്നെയും വിസ പുതുക്കി, പിന്നെയും അവിടെ ഒരു 3 മാസത്തോളം നിന്ന് 3 മാസം തികഞ്ഞില്ല. ഒരു 5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് പോയി. എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തി. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു കമ്പനി ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഓഫർ ലെറ്റർ ഒന്നും വന്നില്ല. ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ മെയിലിൽ ഓഫർ ലെറ്റർ വന്ന് അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് ദുബായിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം. ഇത് അമ്മ തന്നതിനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം നിലമായിരുന്നു. എനിക്കതറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് നിലമാണെന്നുള്ള കാര്യം. പിന്നീട് ഞങ്ങളത് ശരിയാക്കാൻ വേണ്ടി കൊടുത്ത്, വില്ലേജിൽ കൊടുത്ത്, ഓരോ സ്ഥലത്ത് പഞ്ചായത്തിൽ കൊടുത്ത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഒരു 6 മാസം കൊണ്ട് ഇത് ശരിയായി കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും അതിനൊരു നീക്കുപോക്കും ഉണ്ടായില്ല. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഇവിടെ വരുമ്പോഴൊക്കെ അമ്മയോട് ഞാൻ ഒത്തിരി പറയുമായിരുന്നു എനിക്ക് അതൊന്ന് ശരിയാക്കി തരണമെന്ന്. കാരണം എപ്പോഴും എനിക്ക് ഈ പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നടക്കലായിരുന്നു ജോലി. ഉച്ചയാകുമ്പോൾ പോകും. നമ്മൾ പറയുമ്പോൾ അവർ അവിടെ പോവും ഇവിടെ പോവും അങ്ങനെ പറയും. അങ്ങനെ ഓരോ പ്രാവശ്യവും അങ്ങനെ നീണ്ടു പോയി. അമ്മയോട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഹസ്ബൻഡ് അന്ന് നാട്ടിൽ വന്ന സമയമായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി സബ് കളക്ടറിനെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓഫീസിൽ ചെന്ന് അവിടെ ചെന്നതിനപ്പോഴത്തേക്കും അവിടെ ഒരു പോലീസുകാരനായിരുന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞില്ല, കാണാൻ പറ്റില്ല, നടക്കില്ല, അവിടെ ഒരു മീറ്റിംഗ് നടക്കണേണെന്ന് പറഞ്ഞു. എൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ വെക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് വേറൊരു ലേഡി വന്നിട്ട് ഈ പോലീസുകാരനോട് പറഞ്ഞു എന്താണ് ഊണ് കഴിക്കാൻ പോണില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു പോകണം, ആരുമില്ല, അതുകൊണ്ടിട്ട് ഞാനിവിടെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു പൊയ്ക്കോ, ഞാൻ നിന്നോളാം ഇവിടെയെന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരൻ പോയി. ഞാൻ ആ ലേഡിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ കയറി കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സബ് കളക്ടറിനെ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കിത് പാസ്സാക്കി തരുമെന്ന് പറഞ്ഞു. സത്യം അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ മാതാവ് ഇടപെട്ട് ഞങ്ങൾക്കത് നടത്തി തന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീടെത്തി. ഒരു 2 മണിയായപ്പോഴത്തേക്കും സബ് കളക്ടർ വിളിച്ചു, PA വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ വഴിയിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് കറക്റ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് ഞങ്ങളുടെ സ്ഥലം കണ്ട് അത് ഞങ്ങൾക്ക് പുരയിടമാക്കി തന്നു. ഇതും എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി എനിക്ക് സാധിച്ചു തന്നു. ഈ സാധിച്ചു തന്നതിന് ഞാൻ അമ്മയോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ 3ാമത്തെ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഞങ്ങളുടെ ഒരു വീട് വിൽക്കണമെന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു ഞങ്ങളവിടെ. അപ്പോൾ സാമ്പത്തികമായിട്ടും ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്മയോട് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് വീടിന് ചുറ്റും ഉപ്പ് വിതറും, പിന്നെ കാശ് രൂപം അവിടെ വെച്ച് പ്രാർത്ഥിക്കും, മണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും നീക്കി ഞങ്ങൾക്ക് ആ വീട് വിൽക്കുവാൻ അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത് മെഡിസിൻ മേടിച്ച് കൊടുക്കും, പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യണത് പത്രം ബസ് സ്റ്റാൻഡുകളിലും ബസ്സുകളിലും കൊടുക്കും, ഹോസ്പിറ്റലിലും കൊടുക്കും, വീടുകളിലും കൊണ്ടേ കൊടുക്കും. സങ്കീർത്തനം 34:17 നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു,
അവരെ സകലവിധ കഷ്ടകൃത്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ഇവിടെ ജോലിയുടെ ഒരു വിഷയമുണ്ട്, പേപ്പർ വർക്ക് ശരിയാനുള്ള കാര്യമുണ്ട്, വീടിൻ്റെ വിഷയമുണ്ട്. ഇങ്ങനെ ഈ കുടുംബം കടന്നുപോയ കഷ്ടതകളിൽ ഇവർ പരിശുദ്ധ അമ്മയും ഒത്ത് ഈശോയെ സമീപിച്ചപ്പോൾ ഇവരുടെ വിഷയങ്ങൾക്ക് പെട്ടെന്ന് നീക്കിപ്പോക്കാവുകയാണ്. നീതിമാൻ എന്നത് ദൈവത്തിൻ്റെ നീതിമാനാണ്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ. നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രേക്ഷിത വേല, കാരുണ്യപ്രവൃത്തികൾ എന്നതെല്ലാം. അപ്പോൾ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു, ഫുഡൊക്കെ ഉണ്ടാക്കി പാവങ്ങൾക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുവാനൊക്കെ ശ്രമിച്ചു. പ്രേക്ഷിത വേലയായിട്ട് കൃപാസനം പത്രം കൊടുത്തു. നമ്മളറിഞ്ഞ ഈശോയെ, നമ്മൾ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുകയാണ് പ്രേക്ഷിത വേലയിലൂടെ ചെയ്യുന്നത്. അതുപോലെ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിവർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. പാവങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് നമ്മൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയാണ്. അങ്ങനെ ഉടമ്പടിയിൽ ജീവിച്ച ഈ മക്കൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ സാക്ഷ്യം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.